പണ്ട് നടന്ന കഥയാണ്. ഒരു ഗ്രാമത്തിൽ കശിഷ് എന്ന പേരുള്ള പെൺകുട്ടിയുണ്ടായിരുന്നു. അവൾക്ക് ഇപ്പോൾ 24 വയസ്സാണ്. ഗ്രാമത്തിലൊരു പയ്യനുണ്ട്. അവനെ നമ്മളുടെ മകൾക്ക് കല്യാണം ചെയ്തു കൊടുത്തേക്കാം. അതാരാണ്? അമൻ രാജ്. അവൻ നമ്മളുടെ ജമീന്ദാരന്റെ മകനാണ്. അവന് ഭംഗി മാത്രമല്ല, അവന് നല്ല ബുദ്ധിയുമുണ്ട്. അവന് വേണ്ടിയുള്ള വ്യാപാരം നടത്തുന്നുണ്ട്. അവൻ തുണി കളർ കടയും വെച്ചിട്ടുണ്ട്. ഓ, അതോ? അങ്ങനെയാണെങ്കിൽ എനിക്കും സമ്മതമാണ്. കശിഷ് തന്റെ സമ്മതം അറിയിച്ചു. പിന്നെ എന്താണ്, പെട്ടെന്ന് തന്നെ കല്യാണം നടന്നു. വളരെ പെട്ടെന്ന് തന്നെ. അങ്ങനെ അമൻ രാജിന്റെ കൂടെ കശിഷ് തന്റെ ജീവിതം ആരംഭിച്ചു. ഒരു ദിവസം അമൻ രാജ് തന്റെ ഭാര്യയുടെ കൂടെ തന്റെ തുണി കളർ കടയിൽ ഇരിക്കുകയായിരുന്നു. ഇതാണ് എന്റെ കട, ഞാൻ നിനക്കും കാണിക്കണമെന്ന് വിചാരിച്ചു. അതെയോ? എല്ലാ നിറത്തിലുള്ള തുണികളും ഉണ്ടല്ലോ. ഹാ, ഇതാണ് കളർ. ഇത് ജനങ്ങൾ അവരിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷം കിട്ടും. ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ കട തുറന്നു വെച്ചാൽ, കാരണം ഇപ്പോൾ ഉള്ള വലിയ വലിയ വ്യാപാരികളൊക്കെ അവര് തുണികളൊക്കെ വിൽക്കുന്ന അതിന്റെ കളറും വേഗം പോകുന്നുണ്ട്. പിന്നെ ചില പേര് കൊണ്ട് അത്ര പെട്ടെന്ന് പുതിയ ഡ്രസ്സ് വാങ്ങാൻ പറ്റില്ല. പിന്നെ അതുപോലുള്ള ആൾക്കാർക്ക് അവർക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്ന കളറൊക്കെ അവർക്ക് തുണിയിൽ ചേർക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതുപയോഗിച്ചാൽ അവരുടെ തുണികൾ പുതിയതായി തോന്നുമോ? പിന്നെ ഏതൊക്കെ നിറങ്ങൾ അവരുടെ ഉടുപ്പിൽ ഇല്ലെങ്കിൽ ഇതുപയോഗിച്ച് അവർക്ക് ആ നിറങ്ങൾ ഉടുപ്പിൽ ചേർക്കാമല്ലേ? ആ, എങ്ങനെ ഉണ്ടായിരുന്നാലും നമുക്ക് വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. പക്ഷെ ചില ആൾക്കാർക്ക് ചെറിയ സന്തോഷം കൊടുക്കാൻ പറ്റും. കാരണം എന്റെ ജോലിയിൽ എനിക്ക് ഒരു സമാധാനമുണ്ട്. പിന്നെ അവരുടെ ഒരു ചിരി കൊണ്ട് എന്റെ ആത്മയ്ക്ക് എനിക്ക് ശാന്തിയും കിട്ടും. അത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ, എന്താണ് കാര്യം? അത് എനിക്ക് ഇപ്പോഴാണത് തോന്നിയത്. ഞാൻ ചിന്തിച്ചത് കുറച്ച് തെറ്റായി പോയിരുന്നു. എന്തിനാ അങ്ങനെ പറയുന്നത്? നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പണവും സൗന്ദര്യവും കൊണ്ട് മാത്രം എല്ലാം ആകുന്നില്ല എന്ന്. നീ ഉണ്ടല്ലോ, ഒരു പ്രശ്നമില്ല. മനുഷ്യന്മാര് ഈ കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ ശരിയായിക്കോളും. നീ വിഷമിക്കാനുള്ള ഒരു കാര്യവും ഇല്ല. കുറച്ചു മാസങ്ങൾ കടന്നുപോയി. രണ്ടുപേരുടെയും ദാമ്പത്യം സുഖകരമായി മുന്നോട്ടു പോകുന്നു. കശിഷ് വിവാഹത്തിന് ശേഷം ഒരു കാര്യം മനസ്സിലാക്കി. വിവാഹം എന്നത് സൗന്ദര്യത്തിൽ മാത്രമല്ലെന്ന്. സൗന്ദര്യം പ്രായം ചെല്ലുന്തോറും നശിച്ചു പോകും. ഏതെങ്കിലും ഒരു മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ അത് ഇതാണ്. കാരണം ഒരു കാര്യം എല്ലായ്പ്പോഴും ഒരേപോലെ ആകില്ല. അത് ജീവിതത്തിലെ ഒരു നിയമമാണ്. അങ്ങനെ ഒരു കാര്യം ഇന്ന് കശിഷിന്റെ ജീവിതത്തിൽ നടന്നു. ഘൻശ്യാം കശിഷിന്റെ സമീപത്തേക്ക് വന്നു. അല്ല ഘൻശ്യാം, എന്തുപറ്റി? എന്താ നീ ഇങ്ങനെ തിരക്കിട്ട് വന്നത്? അത് പിന്നെ ചേട്ടന് എന്തുപറ്റി ഏട്ടന്? പറയൂ ഘൻശ്യാം, ഏട്ടന് എന്തു പറ്റിയെന്ന്? നിങ്ങൾ എന്റെ കൂടെ ചേട്ടത്തി, ബാക്കിയുള്ള കാര്യം ഞാൻ പിന്നെ പറയാം. രണ്ടുപേരും ഓടി കടയുടെ മുൻപിൽ എത്തിയപ്പോൾ അവർ കണ്ടത് അമൻ രാജ് കടയുടെ സമീപത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്നതാണ്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അവന് അധികം പരിക്കുകളില്ല. അമൻ, എന്തുപറ്റി അമൻ? എണീക്കൂ, എണീക്കൂ. ഇവിടെ നോക്കുമോളെ, ഞാൻ അമൻനാഥിനെ കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ എന്താന്ന് അറിയുന്നില്ല, കടയിൽ പെട്ടെന്ന് തീ പിടിച്ചിട്ടുണ്ട്. അമൻ രാജന് ബോധം തിരിച്ചു വരുന്നു. അല്ല, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഒന്ന് പറയൂ. കശിഷ്. അതെ, ഞാൻ തന്നെയാണ്. കശിഷ്, എനിക്കൊന്നും കാണുന്നില്ല. കശിഷ്, എനിക്ക് ഒന്നും കാണുന്നില്ലല്ലോ. എന്താ ഇപ്പൊ ഇവിടെ എന്താ മോളെ സംഭവിച്ചത്? അങ്ങനെ ഒരു പുതിയ ദുരന്തം അമൻ രാജിന്റെയും കശിഷിന്റെയും ജീവിതത്തിൽ നടന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് അമൻ രാജ് തന്റെ മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു. കശിഷ് അവനോട് സംസാരിക്കുകയായിരുന്നു. കശിഷ്, നിനക്കൊരു കാര്യം അറിയോ? നമ്മുടെ ദേവിക്ക് വേണ്ടി അണിയിക്കാൻ ഒരു റോസ് കളർ സാരി വാങ്ങിയിട്ടുണ്ട്, ഒരു വ്യാപാരിയുടെ അടുത്ത് നിന്നാണ്. അതെയോ? നിങ്ങളത് എവിടെയാ വെച്ചത്? ഞാനത് അണിയിച്ചോളാം. ഞാനത് അലമാരിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ പുറകിൽ ഒരു കഥ തന്നെ ഉണ്ട്. കശിഷ്, പറയൂ, എന്താണ് ആ കഥ? ഈ സാരി എടുത്തിട്ട് ഒരു ഫക്കീറാണ് എന്റെ കടയിലേക്ക് വന്നത്. അപ്പോഴായിരുന്നു ഞാൻ നിന്നെ പ്രേമിച്ചുകൊണ്ടിരുന്നത്. അതെയോ? എന്നിട്ട്? ആ ഫക്കീർ എന്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ എന്റെ കണ്ണുകളില്ലാതെ ആ സാരിൽ നിന്നെ കണ്ടാൽ അപ്പൊ എന്റെ ജീവന് തീർച്ചയായിട്ടും സുഖം കിട്ടും. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ എന്ത് വിചാരിക്കുന്നോ അത് എന്റെ ഭാര്യ പൂർത്തിയായിട്ട് ചെയ്തു കൊടുക്കും. എന്നോട് ക്ഷമിക്കണം. കണ്ണു കാണാതെ നിങ്ങൾ എങ്ങനെയാ എന്നെ ഈ സാരിയിൽ കാണുക? പിന്നെ അത് ദേവിക്ക് സമർപ്പിക്കാനുള്ളതാണെങ്കിൽ ആ സാരി ഞാൻ എങ്ങനെയാ ധരിക്കുക? പിന്നെ ആ ഫക്കീർ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയായിരിക്കില്ല.
നീ ഒന്നും വിഷമിക്കണ്ട. ഞാൻ എന്റെ മനസ്സിലുള്ള കണ്ണുകൾ കൊണ്ട് ഞാൻ കാണാൻ പോവുകയാണ്. ആ ഫക്കീർ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഈ സാരി ഞാൻ ദേവിക്കാണ് ഇടണ്ടെന്ന്, അതിനുശേഷം നീ ഇതങ്ങ് ഇട്ടോ. അതെയോ? അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇന്ന് സന്ധ്യാസമയത്ത് നമ്മുടെ കുലദേവത, അതായത് വേപ്പുമരത്തിന്റെ സമീപമുള്ള ദേവതയെ നമുക്ക് ഇന്ന് ധരിപ്പിക്കാം. ശരി, നീ അതേപോലെ തന്നെ ചെയ്തേക്ക്. ശരി. കശിഷ് അമൻരാജ് പറഞ്ഞത് കേട്ട് വേപ്പുമരത്തിന് സമീപം പൂജ ചെയ്തതിനു ശേഷം ആ സാരി അവിടെ സമർപ്പിച്ചു. എന്നിട്ട് 2 കൈകളും കൂപ്പി ദേവിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് അങ്ങയോട് ഒരു അപേക്ഷയുണ്ട്. ഞാനിപ്പോൾ അങ്ങയ്ക്ക് സമർപ്പിച്ച ഈ സാരി അങ്ങ് ധരിച്ചാൽ അത് എങ്ങനെയുണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ചു. ഈ ആഗ്രഹം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നതേയില്ല. ദയവ് ചെയ്ത് അങ്ങ് എനിക്കൊരു ദർശനം തരൂ. കശിഷ് അവിടെ തന്റെ അപേക്ഷ സമർപ്പിച്ച് തന്റെ വീട്ടിലേക്ക് മടങ്ങി. രാത്രി സമയമായിരുന്നു. അപ്പോൾ അമൻരാജ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അവൻ വേപ്പുമരത്തിന് സമീപം കശിഷിനെയാണ് കണ്ടത്. അവൾ റോസ നിറത്തിലുള്ള സാരി ധരിച്ചിരുന്നു. വാവ് കശിഷ്, നിന്നെ കാണാൻ തന്നെ ഒരു ദൈവത്തിന്റെ അവതാരം പോലെ തന്നെ ഉണ്ട്. സ്വർഗത്തിലുള്ള മാലാകന്മാര് ഇത്രയും ഭംഗിയായിട്ട് ഉണ്ടാവില്ല. ഇത് റോസാപ്പൂവിന്റെ നിറത്തിലുള്ള സാരിയാണ്. എന്താ പറയുന്നത്? അതായത് ഈ റോസാപ്പൂവിന്റെ നിറത്തിലുള്ള സാരി, അതായത് ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്നോ, ഇതിൽ ലോകത്തിലെ എല്ലാ നിറങ്ങളും സംയോജിച്ചിട്ടുണ്ട്. ആരാണോ ഈ സാരിയിൽ മുത്തം വെച്ച് ഏത് നിറത്തിനെ പറ്റി ആലോചിക്കുന്നോ ആ നിറം അവർക്ക് പ്രാപ്തമാകും. അങ്ങനെ എന്റെ സ്വപ്നം പോലെ തന്നെ ഉണ്ട്. ഞാൻ ജനങ്ങൾക്ക് അവർക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട പോലെ ആ നേരത്തെ ആ ഒരു ഡ്രസ്സിലിടണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അവരുടെ മുഖത്തിലെ അവർ കാണുന്ന സന്തോഷം ഞാനും സന്തോഷിക്കുകയാണ്. അതെ, ഈ സാരി ഒരു പ്രസാദമാണ്, നിങ്ങളുടെ കർമ്മഫലവും. അപ്പോൾ അമൻരാജിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. പിന്നെ അവൻ കണ്ടത് പ്രഭാതമായതാണ്. അവൻ മുറിയിൽ നിന്നും കശിഷിനെ വിളിച്ചു. കശിഷ്, കശിഷ്, വേഗം ഇങ്ങോട്ട് വാ. അല്ല, എന്താ പറ്റിയത്? എന്തു പറ്റി? ഒന്നും നടന്നില്ല. പക്ഷെ ഞാൻ വളരെ നല്ല സ്വപ്നമാണ് കണ്ടിരിക്കുന്നത്. അതെയോ? ഞാനാണെങ്കിൽ പേടിച്ചു പോയി. പറയൂ, എന്താ നിങ്ങൾ കണ്ടത്? ഞാൻ കണ്ടപ്പോൾ നീ ആ വേപ്പമരത്തിനടിയിൽ ആ രോജാപ്പൂ കളർ സാരി നീ കെട്ടിക്കൊണ്ടിരുന്നു. പിന്നെ നിന്നെ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. അത്ഭുതം തന്നെ, ദിവ്യമായിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നെ പറ്റി എത്ര പറഞ്ഞാലും അത് പറ്റില്ല. അല്ല, ഞാൻ ഇന്നലെ തന്നെ എന്റെ ആഗ്രഹം ദേവിയോട് പ്രകടിപ്പിച്ചിരുന്നു. ഞാൻ ഇതാണ് പ്രാർത്ഥിച്ചത്, അതായത് ദേവി സാരി ഉടുത്താൽ ദേവിയെ കാണാൻ എങ്ങനെയിരിക്കുമെന്ന്. എന്നാൽ അവർ ശരിയായ നേരത്തിലാണ് ദർശനം തന്നിരിക്കുന്നത്. കാരണം എന്നെ പോലെ ഒരാള് ആ ദേവി എങ്ങനെ സാരി കെട്ടിട്ടുണ്ടാവുമെന്ന് തീർച്ചയായിട്ടും കാണാൻ പറ്റില്ലല്ലോ. ശരിയല്ലേ? സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ വേറെന്തൊക്കെയാ പറഞ്ഞത്? അമൻരാജ് കശിഷിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ കശിഷ് എന്താണ് പറഞ്ഞതെന്നോ? എന്താ? അപ്പോഴാ ഫക്കീറിന്റെ വാക്കുകൾ സത്യമായി. നിങ്ങൾ എന്നെ കണ്ണുകളില്ലാതെ കണ്ടു. അതുമാത്രമല്ല, ദേവി നമ്മളെ ആശീർവദിക്കുകയും ചെയ്തു. നമ്മുടെ നല്ല കാലത്തിന് ഇനി അധികം ദൂരമില്ല. ആ കശിഷ്, എന്നെ കൊണ്ട് കാണാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ലോകം വളരെ വർണ്ണനിറമായിട്ടുണ്ട്. പക്ഷെ ഒരു പേപ്പറില് എന്റെ സ്വപ്നമൊക്കെ വളരെ വെറുതെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കട കത്തി എരിഞ്ഞുപോയി. പക്ഷെ നമുക്ക് അവിടെ തന്നെ ഒരു പെട്ടിക്കട തുടങ്ങി ഈ സാരി കൊണ്ട് ജനങ്ങളുടെ തുണികൾക്ക് നിറം കൊടുക്കാം. പിറ്റേ ദിവസം രാവിലെ ആ കത്തിയെരിഞ്ഞ കടയുടെ മുൻപിൽ 2 പേരും ഒരു ഉന്തുവണ്ടി കൊണ്ടുവന്ന് വെച്ചു. ആ ഉന്തുവണ്ടിയിൽ റോസാപ്പൂ നിറമുള്ള സാരി മാത്രമേ ഉണ്ടായിരുന്നു. വരൂ വരൂ, എല്ലാവരും ഓടി വന്ന് ഈ സാരിയിൽ ഉമ്മ വെച്ച് ഏത് നിറമാണോ ആലോചിക്കുന്നത് ആ നിറം ലഭിക്കും. അപ്പോഴേക്കും അവിടേക്ക് ഒരു സ്ത്രീ വന്നു. അല്ല, ഇതില് വല്ല അത്ഭുതങ്ങളും ഉണ്ടോ കശിഷ്? അതെ ചേച്ചി, ഇതിലൊരു മുത്തം വെച്ച് എന്ത് നിറമാണോ ആലോചിക്കുന്നത് ആ നിറം ലഭിക്കും. ശരി, ഞാനൊന്ന് നോക്കട്ടെ മോളെ. ആ സ്ത്രീ വന്ന് ആ സാരിയിൽ ഒന്ന് തൊട്ടു. പെട്ടെന്ന് അവരുടെ സഞ്ചിയിൽ ചുവന്ന നിറം വന്നു. അവർക്ക് അത്ഭുതമായി. എന്റെ ദൈവമേ, ഇത് ശരിക്കും മാന്ത്രിക വിദ്യ തന്നെ. വർഷങ്ങളായി ഞാൻ ഈ നിറമാണ് ആഗ്രഹിക്കുന്നത്. എപ്പോഴും എനിക്ക് ഇതിൽ നിന്നും കുറവും കൂടുതലുമുള്ള നിറങ്ങളെ കിട്ടൂ. ഈ നിറം കിട്ടാറേയില്ല. ഇപ്പോൾ എനിക്ക് ആ കൃത്യമായ നിറം തന്നെ കിട്ടി, ഞാൻ ആഗ്രഹിച്ചത്. ആന്റി, നിങ്ങൾ ഈ ഗ്രാമത്തിൽ പോയിട്ട് എല്ലാരടുത്തും ഈ കാര്യം പറഞ്ഞിട്ട് വന്നേക്ക്. അവൻ ഇവിടെ വന്നെന്ന് പറഞ്ഞേക്ക്. അവനക്ക് ഇഷ്ടമുള്ള നിറം അവൻ എടുത്തിട്ട് പോയെന്ന് പറഞ്ഞേക്ക്. ഞാൻ ആരെടുത്തും ഒരു പണം വാങ്ങാൻ പോകുന്നില്ല. കാരണം ജനങ്ങൾ വളരെ സന്തോഷമായിട്ടുണ്ടാവണം. മോനെ, നിന്റെ കണ്ണുകൾ കാണാനില്ല എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഗ്രാമവാസികൾ എല്ലാവരും വളരെ ദുഃഖിതരായിരുന്നു. കാരണം നീ ഞങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ നിറങ്ങൾ ചേർക്കാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ ഞാൻ സന്തോഷവതിയാണ്. ഗ്രാമത്തിൽ എല്ലാരിടത്തും പോയി ഞാൻ ഈ കാര്യം പറയും. അങ്ങനെ അവരുടെ കടയ്ക്ക് മുൻപിൽ ഒരു ചെറിയ കൂട്ടം വരാൻ തുടങ്ങി. ആ സാരിയുടെ അത്ഭുതത്തിൽ ഗ്രാമവാസികൾ സന്തോഷവാന്മാരായിരുന്നു.
നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഈ ജനങ്ങളുടെ മുഖത്ത് സന്തോഷം കാണും. ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് കശീഷ്. ചിരിച്ച മുഖം. എന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അത് വളരെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എങ്ങനെ ഇഷ്ടപ്പെട്ട മുഖം വളരെ നെരുക്കമായിട്ട് വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് ആരുടേതാ? അത് നിന്റെ മുഖമാണ്. രണ്ട് വ്യക്തികളുടെ സ്നേഹം സൗന്ദര്യത്തിലും പണത്തിലും മാത്രമല്ല, മറ്റൊരാളുടെ സ്വപ്നം സഫലീകരിക്കുന്നതിൽ കൂടിയാണ്. അമൻ രാജ് തന്റെ ജോലിയിലൂടെ മറ്റുള്ളവരുടെ സന്തോഷം കാണാൻ ആഗ്രഹിച്ചു. കണ്ണില്ലെങ്കിൽ കൂടി അവന് എല്ലാം കാണാം. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാവരും കണ്ണിൽ കൂടെ നമ്മുടെ കറുത്ത കണ്ണടകൾ മാറ്റി നമ്മുടെ ഹൃദയത്തിൽ കൂടെ ഈ വിശാലമായ ലോകം കാണാൻ ശ്രമിക്കണം. ആനന്ദ്പുർ ഗ്രാമത്തിൽ നദിയുടെ നടുവിലായി ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിനു പുറത്ത് വെങ്കട്ട് ഒരു ചെറിയ സ്റ്റാൾ വെച്ചിരുന്നു. ഈ സ്റ്റാളിൽ അദ്ദേഹം ഇഡ്ലി, വട, പിന്നെ ദോശ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നു. ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തന്മാർ വെങ്കട്ടിന്റെ കടയിൽ നിന്നാണ് ആഹാരം കഴിക്കുക. ചേട്ടാ, ഒരു മസാല ദോശ തരൂ. പിന്നെ 2 പ്ലേറ്റ് സാമ്പാർ വടയും വേണം. നിങ്ങൾ ഇരിക്കും സാർ, ഇതിപ്പോ കൊണ്ടുവരാം. വെങ്കട്ടിന്റെ ഭാര്യ ദോശ ചെയ്ത് നൽകും. പിന്നെ വെങ്കട്ട് കസ്റ്റമേഴ്സിന് അത് കൊടുക്കും. വെങ്കട്ട് എല്ലാ കസ്റ്റമേഴ്സിനോടും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുക. ജനങ്ങൾക്ക് വെങ്കട്ടിന്റെ ദോശ സ്റ്റാളിൽ ദോശ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ നോക്കൂ ചേട്ടാ, എനിക്കും 2 ദോശ തരൂ. തീർച്ചയായിട്ടും സുഹൃത്തെ, നിങ്ങൾ ഇരിക്കൂ. ഇതാ ഞാൻ തരാം, നല്ല ചൂടുള്ള ദോശ. വെങ്കട്ടും പൂജയും ചേർന്ന് ഒന്നിച്ചാണ് ജോലി ചെയ്യുക. അതുകൊണ്ട് അവരുടെ വ്യാപാരവും നന്നായിരുന്നു. രണ്ടുപേരും അവരുടെ വ്യാപാരത്തിൽ ഒരുപാട് സന്തോഷിച്ചു. മോനെ, വരൂ മുത്തശ്ശ, നിങ്ങൾ ഇരിക്കൂ. ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം നിങ്ങൾക്ക്. വെങ്കട്ട് ദിവസവും ആ പാവപ്പെട്ട അപ്പൂപ്പന് ആഹാരം നൽകുമായിരുന്നു. പക്ഷെ ഇക്കാര്യം തന്റെ ഭാര്യ പൂജയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഇദ്ദേഹത്തിന് എന്തിനാ ദിവസവും ഇങ്ങനെ ആഹാരം കൊടുത്ത് പഠിപ്പിക്കുന്നത്? ഇദ്ദേഹം ദിവസവും ഫ്രീ ആയിട്ട് കഴിക്കാനായി എത്തുന്നു. പൂജ വിശപ്പെന്ന് വരുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിൽ നമുക്ക് ഒരു തെറ്റില്ലല്ലോ. ശരി, എന്ന് വെച്ച് നിങ്ങൾ ഫ്രീ ആയിട്ട് ആഹാരം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകുമോ? അദ്ദേഹം വേറെന്തെങ്കിലും വഴി കാണില്ലേ? ആ ദൈവം നമ്മൾക്ക് കുറെ തന്നിട്ടുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നമ്മൾ ഒരു തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവമേ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ. ഇങ്ങനെ ദാനവും ധർമ്മവും ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഭിക്ഷക്കാരൊക്കെ ഇവിടെ വന്ന് ലൈനായി നിൽക്കും. എന്നെ കൊണ്ട് പറ്റുന്നവരെ ഞാൻ ചെയ്തോളും. ബാക്കിയുള്ളത് ദൈവം നോയിക്കോളും. വെങ്കട്ട് ആ പാവപ്പെട്ട അപ്പൂപ്പന് 2 ഇഡ്ഡലിയും വടയും പിന്നെ കുറച്ച് ചട്നിയും വെച്ചു കൊടുത്തു. ആ ദൈവം നിനക്ക് നല്ലത് തന്നെ ചെയ്യട്ടെ മോനെ. ആ വയസ്സായ അപ്പൂപ്പൻ കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് ആ ക്ഷേത്രത്തിലെ പൂജാരി വന്നത്. അദ്ദേഹത്തെ കാണാൻ നല്ല വണ്ണിച്ചായിരുന്നു. പൊക്കം കുറവും നല്ല വണ്ണമുള്ള ശരീരവും. ഓം ശക്തി ഹോം. ഓം ശക്തി പൂജാരി, വരൂ, വന്നിവിടെ ഇരിക്കൂ. പൂജ ആ പൂജാരിക്ക് വേണ്ടി ടേബിൾ ക്ലീൻ ചെയ്തു. പിന്നീട് അദ്ദേഹം അവിടെ ഇരുന്നു. നിങ്ങൾ എന്ത് കഴിക്കുന്നു പൂജാരി? 2 പ്ലേറ്റ് വട, 2 പ്ലേറ്റ് ദോശ, 2 പ്ലേറ്റ് ഇഡ്ലി. ഇന്ന് എനിക്ക് ഇത് മതി മോളെ. ദാ ഇപ്പൊ കൊണ്ടുവരാം. പൂജ പൂജാരിയെ സൽക്കരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവളുടെ ഭർത്താവ് വെങ്കട്ട് പറഞ്ഞത്, ഞാൻ ആ പാവപ്പെട്ട ആൾ കൊടുക്കാൻ കാരണം അദ്ദേഹം ഒരു പാവപ്പെട്ടവരാണ്. പക്ഷെ ഈ പൂജാരി നല്ല പൈസക്കാരനാണല്ലോ. ഇദ്ദേഹത്തിന് എന്തിനാ നീ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? ബ്രാഹ്മിൺസിനെ നോക്കി അങ്ങനെ പറയാൻ പാടില്ല. ബ്രാഹ്മിൺസിന് ആഹാരം നൽകുന്നത് നല്ലതാണെന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ദിവസവും ആഹാരം നൽകുന്നത് കൊണ്ട് നോക്കൂ, നമ്മുടെ തൊഴിൽ വളരെ നന്നായി നടക്കുന്നു. എല്ലാം അവരവരുടെ ഇഷ്ടം. നീ ആ ബ്രാഹ്മണ സേവ ചെയ്യൂ. ഞാൻ പോയി എന്റെ ദൈവത്തിനെ ദർശനം ചെയ്തിട്ട് വരട്ടെ. ശരി, പോകൂ. വെങ്കട്ട് ക്ഷേത്രത്തിനകത്തേക്ക് ചെന്നു. ദൈവത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. ദൈവമേ, എപ്പോഴും നിങ്ങൾ എന്റെ കൂടി നിൽക്കണം. പിന്നെ എല്ലാവർക്കും നല്ലത് തന്നെ ചെയ്യണം. എന്റെ ഭാര്യ എന്താ വിചാരിക്കുന്ന വെച്ചാൽ, നിറഞ്ഞ വയറിനെ നിറയ്ക്കാൻ വെച്ചാൽ പുണ്യം ചേർക്കാന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത് തെറ്റാണെന്ന് എനിക്കറിയാം ദൈവമേ. പക്ഷേ നിങ്ങളുടെ കൃപ അവൾക്കും കിട്ടണം ദൈവമേ. വെങ്കട്ട് താൻ മാത്രമല്ല എല്ലാരും നന്നായിരിക്കണമെന്ന് കരുതുന്നു. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. തന്റെ ഭാര്യ അറിയാതെ അദ്ദേഹം പാവപ്പെട്ട ജനങ്ങൾക്ക് ആഹാരം നൽകുമായിരുന്നു. ആ ദൈവം നിന്നെ നന്നായിട്ട് വച്ചിരിക്കുമോനെ. വെങ്കട്ടിന് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹം ഭാര്യ അറിയാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ പൂജ വളരെ സ്വാർത്ഥയാണ്. അവൾ ആലോചിക്കുന്നത് എന്തെന്നാൽ അവർക്ക് മാത്രം ദൈവം നല്ലത് ചെയ്യണമെന്ന്. പിന്നെ ഇക്കാര്യത്തിന് വേണ്ടിയാണ് അവൾ ബ്രാഹ്മിൺസിനെ സൽക്കരിക്കുന്നത്. എന്തായാലും ശരി, ഇക്കാര്യം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ വെങ്കട്ടിന്റെയും പൂജയുടെയും ആ ദോശ സ്റ്റാൾ വളരെ നന്നായി പോയിക്കൊണ്ടിരുന്നു.
വെങ്കട് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കും, പിന്നെ പൂജ ബ്രാഹ്മിൻസിനെ സൽക്കരിക്കും. ദിവസവും രാവിലെ ആദ്യത്തെ വള്ളത്തിൽ തന്നെ പൂജയും വെങ്കടും ക്ഷേത്രത്തിലേക്ക് എത്തും. പിന്നീട് അവർ അവിടെ അവരുടെ വ്യാപാരം തുടങ്ങും. പിന്നെ രാവിലെ തന്നെ അവരുടെ കടയിലേക്ക് കസ്റ്റമേഴ്സും എത്തും. കുറച്ചു ദിവസത്തിനകം മഴക്കാലം എത്തി. വെങ്കടും പൂജയും എന്നത്തെയും പോലെ വള്ളത്തിൽ വരികയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് നല്ല മഴ ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് കുറവായിരിക്കും. അത് സത്യാണ്. പക്ഷേ വരുന്നവരെ നമ്മൾ പട്ടിണിക്കിടാൻ പാടില്ലല്ലോ, അത് പാവല്ലേ. ശരി, ക്ഷേത്രത്തിൽ ആരും വന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. ശരി. വെങ്കടും പൂജയും നദി കടന്ന് ആ ക്ഷേത്രത്തിനടുത്തേക്ക് വന്നു ചേർന്നു. പിന്നെ എപ്പോഴത്തെയും പോലെ അവർ രണ്ടുപേരും അവരുടെ സ്റ്റാൾ തുടർന്നു. മഴ ഒരുപാട് പെയ്തുകൊണ്ടേയിരുന്നു. ഇന്ന് കസ്റ്റമേഴ്സ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം നമുക്ക്. അപ്പോഴാണ് 2-3 പേർ അവരുടെ കടയിലേക്ക് വന്നത്. വരൂ വരൂ ചേട്ടാ, ഇരിക്കൂ. ഞങ്ങൾക്ക് 3 പ്ലേറ്റ് ഇഡ്ഡലിയും പിന്നെ 2 പ്ലേറ്റ് വടയും വേണം. ശരി ചേട്ടാ, അത് ഇപ്പൊ തരാം. പൂജ ദോശയും വടയും തയ്യാർ ചെയ്തു. പിന്നെ വെങ്കട് അത് കൊണ്ടുപോയി സെർവ് ചെയ്തു. കസ്റ്റമേഴ്സും അത് കഴിക്കാൻ തുടങ്ങി. അവരെല്ലാരും അത് കഴിച്ചു കഴിഞ്ഞു. എന്നാലും മഴ നിന്നതേയില്ല. ഇന്ന് ഈ മഴ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഈ മഴ കൊണ്ട് ഈ അമ്പലത്തിൽ ഭക്തர்கள் വന്നിട്ടില്ല. ആ കസ്റ്റമർ വെങ്കടിന് കാശ് നൽകി. ഞങ്ങൾ കുറച്ചു നേരത്തേക്ക് ഇവിടെ തന്നെ നിന്നോളാം. മഴ പോയതിനു ശേഷം ഞങ്ങൾ പോയിക്കോളാം. കുഴപ്പമില്ല ചേട്ടാ. അവരവിടെ ഒരുപാട് സമയം കാത്തുനിന്നു. പക്ഷെ മഴ നിന്നതേയില്ല. പിന്നെ അവർ നനഞ്ഞുകൊണ്ട് നദിയുടെ അരികിലേക്ക് ചെന്നു. ആ നദിയിലെ വെള്ളച്ചാട്ടം കണ്ട് അവർ പേടിച്ചു പോയി. നദിയിൽ ഒരു വള്ളം പോലും ഇല്ലായിരുന്നു. പിന്നെ ആ നദിയിൽ വെള്ളത്തിന്റെ അളവ് കൂടിക്കൊണ്ടേ പോയി. അവരവിടെ നിന്നും വെങ്കട്ടിനരികിലേക്ക് ഓടി വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് എല്ലാ കാര്യവും അവർ പറഞ്ഞു. ഈ വെള്ളം കൊണ്ട് നമ്മളെല്ലാവരും മുഴുങ്ങി പോകും തോന്നുന്നു. നമ്മൾ ആരും രക്ഷപ്പെടില്ലെന്ന് തോന്നുന്നു. അപ്പോഴാണ് അവരുടെ മുൻപിൽ ആ പാവപ്പെട്ട അപ്പൂപ്പൻ വന്നത്. രക്ഷിക്കാൻ മേലെ എത്തി നിൽക്കുമ്പോൾ ആരുടെ ജീവൻ എടുക്കാൻ പറ്റുന്ന പറയുന്നത്? ഇവിടെ എല്ലാവരുടെ ജീവിതവും ആപത്തിലാണുള്ളത്. ഇദ്ദേഹം ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അയ്യോ എന്റെ ദൈവമേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ കരയ്ക്ക് ഒന്ന് മാറ്റി തരണേ. ഞങ്ങൾ എല്ലാരും ഒന്ന് രക്ഷിക്കണം ദൈവമേ. വെങ്കട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ പാവപ്പെട്ട വയസ്സായ ആൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലേറ്റ് ദോശ കയ്യിലെടുത്തത്. ഞങ്ങൾ എല്ലാരും ഇവിടെ വലിയ ആപത്തിലാണ്. നിങ്ങൾക്ക് ദോശ വേണോ അല്ലേ? എല്ലാരും എന്റെ പുറകിലേക്ക് വരൂ. ആ അപ്പൂപ്പന്റെ പുറകെ എല്ലാരും നദിയുടെ അരികിലേക്ക് ചെന്നു. ആ അപ്പൂപ്പൻ ആ ദോശ പ്ലേറ്റ് താഴേക്ക് വെച്ചു. എന്നിട്ട് തന്റെ കണ്ണുകൾ മൂടി. പിന്നീട് മാന്ത്രികത കാരണം ആ ദോശയുടെ അളവ് വളരെ വലുതായി. ആ ദോശയുടെ അളവ് എത്ര വലുതെന്ന് വെച്ചാൽ ഒരു വലിയ തോണി പോലെയായി. അവിടെ ഉണ്ടായിരുന്ന എല്ലാരും ആശ്ചര്യത്തിലായി. ഇത് മായ നിറഞ്ഞ വലിയ ദോശപ്പടകാണ്. ഈ നദിയെ വളരെ എളുപ്പമായിട്ട് തന്നെ കടന്നു പോവാൻ പറ്റും. നിങ്ങൾ എല്ലാരും ഇതിൽ കേറിയിരുന്നോളൂ. എല്ലാരും ആ വള്ളത്തിലേക്ക് കേറി. പക്ഷെ അപ്പൂപ്പൻ മാത്രം കേറിയില്ല. നിങ്ങളും വരും മുത്തശ്ശ. ഇല്ല മോനെ, എന്നെ രക്ഷിക്കാൻ മുകളിൽ ഒരുത്തനുണ്ട്. നിങ്ങൾ പോയിക്കോളൂ. ആ അപ്പൂപ്പൻ ആംഗ്യം കാണിച്ചതും തന്നെ ആ തോണി വെള്ളത്തിൽ മിതക്കാൻ തുടങ്ങി. ആ വെള്ളത്തിന് എത്ര ബലമുണ്ടായിട്ടും ആ ദോശ തോണിക്ക് ഒന്നും സംഭവിച്ചില്ല. അകത്തുണ്ടായിരുന്ന എല്ലാരും വളരെ സുരക്ഷിതമായിരുന്നു. അവരെല്ലാരും കരയിലേക്ക് ചെന്നെത്തി. എല്ലാരും ദൈവത്തോട് നന്ദി പറഞ്ഞു. അവരാ തോണിയിൽ നിന്നും ഇറങ്ങിയതും ആ തോണി വെള്ളത്തിനടിയിലേക്ക് മറഞ്ഞുപോയി. ഇന്ന് വെങ്കടിനോടൊപ്പം ചേർന്ന് എല്ലാരും ആ അതിശയം കണ്ടു. അതാണ് വലിയ ദോശ തോണിയുടെ അതിശയം. വെങ്കട് ചെയ്ത പുണ്യം കൊണ്ടായിരിക്കാം അവർക്ക് ആ മഴയിൽ നിന്നും വിമോചനം ലഭിച്ചത്.